വാക്യങ്ങൾ. അനന്തരം ഞാൻ നോക്കിയപ്പോൾ കെരൂബുകളുടെ തലയ്ക്കുമീതെ ഉണ്ടായിരുന്ന വിതാനത്തിൽ നീലക്കല്ലുപോലെ സിംഹാസനത്തിന്റെ സദൃശ്യത്തിൽ ഒരു രൂപം അവയുടെ മേൽ കാണായി വന്നു. അവൻ ശണവസ്ത്രം ധരിച്ച പുരുഷനോട് സംസാരിച്ചു, നീ കെരൂബിന്റെ കീഴെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചക്രങ്ങളുടെ നടുവിൽ ചെന്ന് കെരൂബുകളുടെ ഇടയിൽ നിന്ന് നിന്റെ കൈ നിറയെ തീക്കനലെടുത്ത് നഗരത്തിന്മേൽ വിതറുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ കാണുകെ അവൻ ചെന്നു. ആ പുരുഷൻ അകത്ത് ചെല്ലുമ്പോൾ കെരൂബുകൾ ആലയത്തിന്റെ വലത്തുഭാഗത്തു നിന്നു മേഘവും അകത്തെ പ്രാകാരത്തിൽ നിറഞ്ഞിരുന്നു. എന്നാൽ യഹോവയുടെ മഹത്വം കെരൂബിന്മേൽ നിന്നു പൊങ്ങി ആലയത്തിന്റെ ഉമ്മരപ്പടിക്കുമീതെ നിന്നു. ആലയം മേഘം കൊണ്ട് നിറഞ്ഞിരുന്നു. പ്രാകാരവും യഹോവയുടെ മഹത്വത്തിന്റെ ശോഭ കൊണ്ട് നിറഞ്ഞിരുന്നു. കെരൂബുകളുടെ ചിറകുകളുടെ ഇരച്ചൽ പുറത്തെ പ്രാകാരം വരെ സർവശക്തനായ ദൈവം സംസാരിക്കുന്ന നാദം പോലെ കേൾപ്പാനുണ്ടായിരുന്നു. എന്നാൽ അവൻ ശണവസ്ത്രം ധരിച്ച പുരുഷനോട്, നീ കെരൂബുകളുടെ ഇടയിൽ നിന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചക്രങ്ങളുടെ നടുവിൽ നിന്നു തന്നെ തീയെടുക്ക എന്ന് കൽപ്പിച്ചപ്പോൾ അവൻ ചെന്ന് ചക്രങ്ങളുടെ അരികെ നിന്നു. ഒരു കെരൂബുകളുടെ ഇടയിൽ നിന്ന് തന്റെ കൈ കെരൂബുകളുടെ നടുവിലുള്ള തീയിലേക്ക് നീട്ടി കുറെ എടുത്ത് ശണവസ്ത്രം ധരിച്ചവന്റെ കൈയിൽ കൊടുത്തു. അവനത് വാങ്ങി പുറപ്പെട്ടുപോയി. കെരൂബുകളിൽ ചിറകുകൾക്ക് കീഴെ മനുഷ്യന്റെ കൈ പോലെ ഒന്ന് കാണായി വന്നു. ഞാൻ കെരൂബുകളുടെ അരികെ 4 ചക്രം കണ്ടു. ഓരോ കെരൂബിനരികെ ഓരോ ചക്രം ഉണ്ടായിരുന്നു. ചക്രങ്ങളുടെ കാഴ്ച പുഷ്പരാഗം പോലെയായിരുന്നു. അവയുടെ കാഴ്ചയോ 4നും ഒരു ഭാഷയായിരുന്നു. ചക്രത്തിൽ കൂടി മറ്റൊരു ചക്രം ഉള്ളതുപോലെ തന്നെ. അവയ്ക്ക് 4 ഭാഗത്തേക്കും പോകാം. തിരിവാൻ ആവശ്യമില്ലാതെ തല നോക്കുന്നിടത്തേക്ക് അതിന്റെ പിന്നാലെ അവ പോകുമ്പോൾ തിരികെയുമില്ല. അവയുടെ ദേഹത്തിലെങ്ങും മുതുകിലും കൈയിലും ചിറകിലും ചക്രത്തിലും 4നും ഉള്ള ചക്രത്തിൽ തന്നെ ചുറ്റും അടുത്തടുത്ത് കണ്ണുണ്ടായിരുന്നു. ചക്രങ്ങൾക്കോ ഞാൻ കേൾക്കെ ചുഴലികൾ എന്ന് പേർ വിളിച്ചു. ഓരോന്നിനും 4 മുഖമുണ്ടായിരുന്നു. ഒന്നാമത്തെ മുഖം കെരൂബ് മുഖവും, രണ്ടാമത്തേതു മാനുഷ്യമുഖവും, മൂന്നാമത്തേത് സിംഹമുഖവും, 4-ാമത്തേത് കഴുകുമുഖവും ആയിരുന്നു. കെരൂബുകൾ മേലോട്ട് പൊങ്ങി. ഇത് ഞാൻ കെബാർ നദീതീരത്ത് വെച്ച് കണ്ട ജീവി തന്നെ. കെരൂബുകൾ പോകുമ്പോൾ ചക്രങ്ങളും ചേരെ തന്നെ പോകും. ഭൂമിയിൽ നിന്ന് പൊങ്ങുവാൻ കെരൂബുകൾ ചിറകു വിടർത്തുമ്പോൾ ചക്രങ്ങൾ അവയുടെ പാശം വിട്ടുമാറുകയില്ല. ജീവിയുടെ ആത്മാവ് ചക്രങ്ങളിലായിരുന്നതുകൊണ്ട് അവ നിൽക്കുമ്പോൾ ഇവയും നിൽക്കും, അവ പൊങ്ങുമ്പോൾ ഇവയും പൊങ്ങും. പിന്നെ യഹോവയുടെ മഹത്വം ആലയത്തിന്റെ ഉമ്മരപ്പടി വിട്ടു പുറപ്പെട്ട് കെരൂബുകളിന്മീതെ വന്നു നിന്നു. അപ്പോൾ കെരൂബുകൾ ചിറകു വിടർത്തി. ഞാൻ കാൺക ഭൂമിയിൽ നിന്ന് മേലോട്ടു പൊങ്ങി. അവ പൊങ്ങിയപ്പോൾ ചക്രങ്ങളും ചേരെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാം കൂടി യഹോവയുടെ ആലയത്തിന്റെ കിഴക്കേ പടിവാതിൽക്ക് ചെന്ന് നിന്നു. യിസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വവും മേലെ അവയ്ക്കുമീതെ നിന്നു. ഇത് ഞാൻ കെബാർ നദീതീരത്ത് വെച്ച് യിസ്രായേലിന്റെ ദൈവത്തിന്റെ കീഴെ കണ്ട ജീവി തന്നെ. അവ കെരൂബുകളെന്ന് ഞാൻ ഗ്രഹിച്ചു. ഓരോന്നിനും 4 മുഖവും 4 ചിറകുമുണ്ടായിരുന്നു. ചിറകിൻ കീഴെ മനുഷ്യ കൈ പോലെ ഒന്നുണ്ടായിരുന്നു. അവയുടെ മുഖരൂപം വിചാരിച്ചാൽ ഞാൻ കെബാർ നദീതീരത്ത് വെച്ച് കണ്ട മുഖങ്ങൾ തന്നെയായിരുന്നു. അവയുടെ ഭാഷയും അവയൊക്കെയും തന്നെ. അവയോരോന്നും നേരെ മുമ്പോട്ട് തന്നെ പോകും.